വീണ്ടും വരുമെന്നരുൾ ചെയ്ത കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുവാൻ, നമുക്കൊരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുക്കി നൽകിയ എല്ലാ അവസരങ്ങളും എല്ലാ ഭാഗ്യവും ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വരുമെന്നരുൾ ചെയ്ത കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളെല്ലാവരോടും ഞാൻ അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ വചനത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. ഇന്ന് ചിന്തയ്ക്കാധാരമായി വേർതിരിച്ചിരിക്കുന്നതായ കുറിവാക്യം നാം പാഠഭാഗമായി വായിച്ചു കേട്ട ലേഖന വേദഭാഗം, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇത് ഒരു നഷ്ടത്തെക്കുറിച്ച് പറയുന്നതായ വാക്യമാണ്. നഷ്ടത്തെക്കുറിച്ച് പറയുന്നതായ വാക്യം. ഒരു മനുഷ്യൻ്റെ ജീവിതം നാം വീക്ഷിക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയതായ അനുഭവങ്ങൾ പറയുവാൻ ഒരുപാടുണ്ട്. നേടി എന്ന് പറയുവാനും ഒരുപാട് അനുഭവങ്ങൾ, നന്മകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ടതായ വാക്യത്തിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ഒരനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവ സൃഷ്ടിയുടെ മേന്മയെക്കുറിച്ച് പഠിക്കുവാനിടയായി. ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടിയിലെ നന്മയെക്കുറിച്ച് നാം പഠിക്കുവാൻ ഇടയായി. ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുവാനായി പോകുന്നത് ദൈവം സകല അനുഗ്രഹങ്ങളാലും സകല നന്മകളാലും സൃഷ്ടിച്ചതായ ഈ സൃഷ്ടിയുടെ വീഴ്ചയെക്കുറിച്ചാണ്. മനുഷ്യനെ ദൈവം നന്മകളാൽ സമ്പന്നനാക്കി ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാനിടയായി. ഒന്നിനും കുറവില്ലാതെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. എന്നാൽ ഏറ്റവും മനോഹരമായി ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ചതായ സൃഷ്ടിച്ചതായ മനുഷ്യൻ വീണുപോകുവാൻ ഇടയായി, പരാജയപ്പെട്ടു പോകുവാൻ ഇടയായി. സൃഷ്ടിയുടെ വീഴ്ച, അല്ല എങ്കിൽ ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യന്റെ വീഴ്ച, അതാണ് ഇന്ന് നമുക്ക് ചിന്താവിഷയമായി നൽകിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 32 അതിൻ്റെ 33-ാമത്തെ വാക്യം: യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ദൈവം മനുഷ്യനിൽ പകർന്നതായ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുവാൻ കാരണം അവൻ ചെയ്തതായ പാപമാണ്. മനുഷ്യൻ ചെയ്തതായ പാപമാണ്. ഇവിടെ ഇതാ മോശയോട് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്: എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും നീക്കിക്കളയും. ഇതും ഒരു വീഴ്ചയുടെ വാക്യമാണ്. ഇതും ഒരു നഷ്ടപ്പെടുത്തലിന്റെ വാക്യമാണ്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം മോശ നടത്തിക്കൊണ്ടുവരുമ്പോൾ അവർ പാപം ചെയ്തു. എന്താ അവർ ചെയ്തതായ ദൈവത്തിന് സഹിക്കുവാൻ കഴിയാത്തതായ ഏറ്റവും വലിയ പാപം? അവർ വിഗ്രഹം ഉണ്ടാക്കി അതിനെ സേവിപ്പാനിടയായി. അവർ അവരുടേതായ ആഭരണങ്ങൾ കൊണ്ടുവന്ന് ഒരുക്കി അതിനെ ഒരു സ്വരൂപമാക്കി അതിനെ ആരാധിപ്പാനിടയായി. ദൈവം അവരോട് കോപിക്കുകയാണ്, മനുഷ്യനോട് കോപിക്കുകയാണ്.
ദൈവത്തിന്റെ കോപം കണ്ട മോശ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാ. ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാ. മോശ ദൈവ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. എന്റെ പേര് മായ്ച്ചു കളഞ്ഞതിന് ശേഷം നീ അവരുടെ പേര് മായ്ച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇടിവിൽ നിൽക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാ, എന്നോട് പാപം ചെയ്തവന്റെ പേർ എൻ്റെ പുസ്തകത്തിൽ നിന്നും നീക്കിക്കളയും. പാപം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിനും വീഴ്ചയ്ക്ക് കാരണമായ ഒരു വിഷമാണ്. പാപം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും വീഴ്ചയ്ക്ക് കാരണമായ ഒരു വലിയ വിഷമുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പാപത്തെ വെറുക്കുന്നവരാകണം. പാപത്തെ നിങ്ങൾ വെറുക്കുന്നവരാകണം. ഇന്ന് ശാന്തമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നാം പാപത്തെ വെറുക്കുന്നവരാണ്. നാം പാപത്തെ വെറുക്കുന്നവരാണോ? പലപ്പോഴും നമുക്ക് പാപത്തെ വെറുക്കുവാൻ, പാപത്തിൽ നിന്നും കാൽ വിലക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പാപം ചെയ്ത് പിന്നെയും പിന്നെയും നാം വീണുകൊണ്ടിരിക്കുകയാ. പിന്നെയും ദൈവസന്നിധിയിൽ നാം വീണുകൊണ്ടിരിക്കുകയാ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ഭാഗം ഇങ്ങനെ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ദാനിയേൽ ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിക്കുകയാ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. എന്താ ദാനിയേൽ പറയുന്നത്? ദൈവമേ, ഞങ്ങൾ ചെയ്തതായ പാപം നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതായ അകൃത്യം നിമിത്തവും ഞങ്ങൾ പാർക്കുന്ന യെരൂശലേമും നിന്റെ ജനമായ ഞങ്ങളും നിന്ദയായി തീർന്നിരിക്കുന്നു. എവിടെയാ? ഞങ്ങൾക്ക് ചുറ്റും ഉള്ളവരുടെ മുൻപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, പലരുടെയും ജീവിതാനുഭവം ഇന്ന് അങ്ങനെയല്ലേ? പാപം ചെയ്തത് കാരണം സ്വന്തം കുടുംബവും സ്വന്തം ജീവിതവും ഒരു നിന്ദയായി, മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിക്കപ്പെടുന്നവരായി മാറ്റപ്പെടുന്ന ഒരനുഭവം. ഇവിടെ ദാനിയേലും പറയുന്നത് അതുതന്നെയാണ്. ദൈവമേ, ഞങ്ങൾ ചെയ്ത പാപം നിമിത്തം, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതായ പാപം നിമിത്തം യെരൂശലേം, ഞങ്ങൾ പാർക്കുന്ന യെരൂശലേം നിന്ദാവിഷയമായി തീർന്നിരിക്കുന്നു. നിന്റെ ജനമായിരിക്കുന്ന ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊരു നിന്ദാവിഷയമായി, പരിഹാസപാത്രമായി തീർന്നിരിക്കുന്നു. ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ്. ഇനി എന്താണ് ഈ വീഴ്ചയ്ക്കുള്ള കാരണം? 3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ വീഴ്ചയ്ക്കുള്ളതായ കാരണം? നാം പാഠഭാഗമായി വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 3 കൊച്ചു ചിന്ത വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അല്ലേ? പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഇത് പറയപ്പെടുന്ന സന്ദർഭമൊക്കെ നമുക്ക് ഏവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഭാഗമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിനകത്ത് ആക്കി വെക്കുകയാണ്. അതിലെല്ലാ നന്മകളും അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ ആ തോട്ടത്തിനകത്ത് ആക്കി വെക്കുകയാണ്. ഇവിടെ കൗശലമേറിയ പാമ്പ് സ്ത്രീയുടെ മുൻപിൽ കടന്നു വന്ന സ്ത്രീയോട് ചോദിക്കുകയാ, ദൈവം വാസ്തവമായി നിങ്ങളോട് ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഒന്നും ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ആദ്യം പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്നതായ ചോദ്യം
അതാണ് അതിന്റെ ഒന്നാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3 അതിന്റെ ഒന്നാമത്തെ വാക്യം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ സ്ത്രീ എന്ത് പറഞ്ഞു? സത്യം പറഞ്ഞു, അല്ലേ? സത്യം പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളിൽ എല്ലാ ഫലവും ഞങ്ങൾക്ക് ഭക്ഷിക്കാം, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഒഴിച്ച് എല്ലാം ഞങ്ങൾക്ക് ഭക്ഷിക്കാം. പ്രിയമുള്ളവരെ, ഈ തോട്ടത്തിൽ എന്തോരം വൃക്ഷങ്ങളുണ്ട്! 2 പേർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി, അല്ലെ? ഇപ്പോൾ ഈ തോട്ടത്തിൽ മനുഷ്യരായി പാർക്കുന്നത് 2 പേരാണ്. ഈ 2 പേർക്കും ഭക്ഷിക്കുവാൻ വേണ്ടി ആ തോട്ടത്തിൽ എന്തോരം വൃക്ഷങ്ങളുണ്ട്, ഈ വൃക്ഷങ്ങളിൽ എന്തോരം ഫലങ്ങളുണ്ട്. ഒന്ന് ശാന്തമായി ചിന്തിച്ചാൽ അതിൻ്റെ ആ തോട്ടത്തിലെ ഒരംശം ഫലം പോലും, ഒരല്പം പോലും അവർ ഭക്ഷിച്ച് തീർന്നിട്ടില്ല. അതിനിടയില ഈ പാമ്പ് സ്ത്രീയെ വിളിച്ചുകൊണ്ട് എവിടെ പോകുന്നത്? തോട്ടത്തിന്റെ നടുവിലേക്ക്. തോട്ടത്തിന്റെ നടുവിലേക്ക്, ഒരു കോണിൽ ഒരംശം പോലും ഈ തോട്ടത്തിലെ നന്മ അനുഭവിക്കാത്തവരെ വിളിച്ചുകൊണ്ട് തോട്ടത്തിന്റെ നടുവിലേക്ക് പോവുകയാ. ഇതിനു വേണ്ടിയാ? പാപം ചെയ്യുവാൻ. പലപ്പോഴും ഒരു കോണിൽ നിന്നുകൊണ്ട് ദൈവീകമായ നന്മകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നതായ വ്യക്തി ജീവിതങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ, പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പിശാച് മുൻപിൽ വന്ന ഒരുപാട് പ്രലോഭനങ്ങൾ നൽകും. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പാമ്പ് എന്ന സാത്താൻ മുന്നിൽ വന്ന് പല തന്ത്രങ്ങളും മെനഞ്ഞു എന്ന് വരാം. വീണുപോകരുത്. എന്താണ് ഈ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിക്ക് വന്നതായ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം? ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയാമോ? അന്യ ശബ്ദത്തിന് ചെവി കൊടുത്തു. ഒന്നാമത്തെ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം, ആമേൻ, ദൈവത്തിന്റെ സൃഷ്ടി അന്യ ശബ്ദത്തിന് ചെവി കൊടുത്തു. ഇതുവരെയും ആര് പറയുന്നതാ അനുസരിച്ചു വന്നത്? ദൈവം പറയുന്നതാ, അല്ലേ? ദൈവം പറയുന്നതിന് വില കൊടുത്ത് എന്താണോ ദൈവം പറഞ്ഞത് അതനുസരിച്ച് ജീവിച്ചു വന്നവരാ. എന്ന ഒരന്യ ശബ്ദത്തിന് ചെവി കൊടുത്തുവോ, അവിടെ വീഴ്ച സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ശാന്തമായി തിരിഞ്ഞു നോക്കുക. ദൈവശബ്ദം കേട്ട് ജീവിക്കുന്നവരല്ലേ നാം? ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരല്ലേ നാം? പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അന്യ ശബ്ദങ്ങൾ നാം കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പല അന്യ ശബ്ദങ്ങളും നാം കേൾക്കാറുണ്ട്. അതിലോട്ട് നാം പോകാറുണ്ടോ? എന്നാൽ വീഴ്ച ഉറപ്പാണ്. ഇവിടെ ആദിമ മനുഷ്യർക്ക് സംഭവിച്ചതായ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം അവർ അന്യ ശബ്ദത്തിന് ചെവി കൊടുത്തു. അത് മാത്രമല്ല, അവർ അത് അനുസരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ മുൻപിൽ ഒരുപക്ഷെ ഇതുപോലുള്ളതായ ശബ്ദങ്ങൾ ഒരുപാട് ഇങ്ങനെ മുഴങ്ങി എന്ന് വന്നേക്കാം. എങ്കിലും ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവൻ വീണുപോകത്തില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം പഠിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇടയന്റെ ശബ്ദത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10-ാം അധ്യായം 1 മുതൽ 5 വരെ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു.
വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഇടയനായിരിക്കെ നാം അവന്റെ ആടുകളായി അവന്റെ മുൻപിലായിരിക്കുമ്പോൾ അവന്റെ ശബ്ദം മാത്രം കേൾക്കുന്നവരായിരിക്കണം. പിന്നെ അവിടെ പഠിപ്പിക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. നമുക്ക് മുൻപായി നടക്കുവാൻ ഒരു ഇടയനുള്ളപ്പോൾ, അല്ലേ, നമുക്ക് മുൻപായി നടക്കുവാൻ, നമുക്ക് വഴി കാട്ടിത്തരുവാൻ ഒരു ഇടയനുള്ളപ്പോൾ പിന്നെന്തിനാ പിന്നെയും നാം ഒരു അന്യശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ പോകുന്നത്? പിന്നെന്തിനാ പിന്നെയും വേറൊരു ശബ്ദം കേൾക്കുവാൻ നാം പോകുന്നത്? അവന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ യാത്ര ചെയ്താൽ പോരെയോ? പിന്നെയും പഠിപ്പിക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. അന്യനെ അനുഗമിക്കുന്ന അനുഭവത്തിലല്ല, ജീവിതത്തെ പ്രലോഭനങ്ങൾ കാണിച്ച് പാപത്തിലേക്ക് തള്ളിയിടുന്ന അന്യന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ പോകുന്നവരായിട്ടല്ല, ദൈവശബ്ദം കേട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി, അല്ലെ, മാതാപിതാക്കൾ വിശ്വാസത്തിലൊക്കെ വളർത്തി നേരായ മാർഗത്തിൽ കൊണ്ടുവരും. ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെ കൊടുത്ത് അവരുടെ കൈക്ക് ഒതുങ്ങുന്ന, അവരുടെ ഉപദേശങ്ങൾക്കകത്ത് ഒതുങ്ങുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നല്ല മക്കളായി വളർത്തിക്കൊണ്ടുവരും. പിന്നെ അവർ അല്പമൊന്ന് ബലപ്പെടുമ്പോൾ, സ്വന്തമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ പ്രാപ്തരായി എന്ന് തോന്നുമ്പോൾ അവർ കേൾക്കുന്ന ചില ശബ്ദമുണ്ട്. ഇന്ന് മനുഷ്യനെ, തലമുറയെ വീഴ്ത്തുവാൻ അവരുടെ ഇടയിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. എല്ലാവരും ചെയ്യുന്നില്ലേ, പിന്നെന്തുകൊണ്ട് നിനക്കും ചെയ്തുകൂടാ? അല്ലേ? ഇന്ന് തലമുറയെ തെറ്റിക്കുവാൻ മുഴങ്ങുന്ന ഒരു അന്യന്റെ ശബ്ദമാണ്. എല്ലാവരും ചെയ്യുന്നില്ലേ? ഈ ഭൂമിയിൽ എല്ലാ യൗവനക്കാരും ഇത് ചെയ്യുന്നില്ലേ? എല്ലാ തലമുറകളും ഇത് ചെയ്യുന്നില്ലേ? മറ്റുള്ളവർ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നില്ലേ? മറ്റുള്ളവർ ഇങ്ങനെ നടക്കുന്നില്ലേ? പിന്നെ നിനക്കെന്ത് ഇങ്ങനെ നടന്നുകൂടാ? നടക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ദൈവം എന്താണോ നിന്നോട് കൽപ്പിച്ചത് അത് മാത്രമേ അനുസരിക്കുവാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ വീഴ്ച ഉറപ്പാണ്, വീഴ്ച ഉറപ്പാണ്. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ളവരല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾക്കൊരു മാതൃകയുണ്ട്. ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നിന്നും, ലോകമോഹങ്ങളിൽ നിന്നും വേറിട്ടതായ ഒരു ജീവിതമാണ് ദൈവം ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുമ്പോൾ മക്കൾ പോലും മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്, മറ്റുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നില്ലേ, അല്ലേ, പിന്നെ ഞങ്ങൾക്ക് ചെയ്തുകൂടാ? മാതാപിതാക്കളുടെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിൽ പല ചോദ്യങ്ങളും ഇന്ന് തലമുറകൾ ചോദിക്കുന്നുണ്ട്. കാരണം അവർ എവിടെയോ അന്യന്റെ ശബ്ദം കേട്ടിട്ട് വന്നവരാ. വിനയപ്പെടുവാൻ കഴിയണം. അന്യന്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നുവോ വീഴ്ചയുറപ്പാണ്. നമുക്ക് കേൾക്കുവാനുള്ളത് ദൈവത്തിന്റെ ശബ്ദമാ. ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്താൽ വീണു പോകത്തില്ല, തകർന്നു പോകത്തില്ല, നാം നന്മ അനുഭവിക്കും. എന്തുകൊണ്ട്? ദൈവം മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടി വീണുപോയി. നിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തതാണ് കാരണം. ഞാൻ വേഗത്തിൽ ചിന്തിക്കട്ടെ. രണ്ടാമത്തെ ഭാഗം നാം ഇന്ന് പ്രതിവാക്യമായി ചൊല്ലിയ സങ്കീർത്തന വേദഭാഗം 53-ാം സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം. 53-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു:
എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. എന്താ ഈ വേദഭാഗത്തിൽ വീഴ്ചയ്ക്ക് കാരണമായ കുറവ്? അവിടെ പഠിപ്പിക്കുന്നു, എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എന്താ? ദൈവത്തിൽ നിന്നും പിൻവാങ്ങിയ മനുഷ്യൻ, ദൈവത്തിൽ നിന്നും അകന്നുപോയതായ മനുഷ്യൻ. നമുക്കറിയാം, ആദിമ മനുഷ്യൻ എല്ലാ ദിവസവും ദൈവം ആ തോട്ടത്തിൽ അവരോടൊപ്പം കൂട്ടായ്മ അനുഭവിക്കുവാൻ, അവരോടൊപ്പം സന്തോഷം പങ്കിടുവാൻ ഇറങ്ങി വരും. എന്നാൽ ഇതാ ഒരു ദിവസം ഇറങ്ങി വന്നപ്പോൾ ദൈവം ഈ മനുഷ്യരെ കാണുന്നില്ല. ദൈവമുണ്ടാക്കിയ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം കാണുന്നില്ല. ദൈവം വിളിക്കുകയാ, മനുഷ്യ നീ എവിടെ? പ്രിയമുള്ളവരെ, ഇന്നും പലപ്പോഴും ഈ ശബ്ദം നമ്മയൊക്കെ നോക്കി മുഴങ്ങുകയാ. മനുഷ്യ നീ എവിടെ? ഇന്ന് പലപ്പോഴും നമ്മുടെ പേര് വിളിച്ചിട്ട് ദൈവം ചോദിക്കുകയാ, നീ എവിടെ? നീ പിൻവാങ്ങിപ്പോയോ? നീ എന്നെ വിട്ടകന്നുപോയോ? മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണം, ദൈവ സൃഷ്ടിയുടെ തകർച്ചയ്ക്ക് കാരണം ദൈവത്തിൽ നിന്നുള്ളതായി പിൻവാങ്ങല, ദൈവത്തിൽ നിന്നും അകന്നുപോയിരിക്കുകയാ. ഇന്ന് ശാന്തമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണോ? ദൈവത്തോട് മാത്രം കൂട്ടായ്മ അനുഭവിച്ച് അവനോടൊപ്പം പറ്റി നിൽക്കുന്നവരാണോ? അതോ കർത്താവിനെ വിട്ട് അകലം വിട്ട് നടക്കുന്ന അനുഭവമാണോ? പ്രിയമുള്ളവരെ, നാം അകലം വിട്ട് നടക്കേണ്ടുന്നത് ഈ ലോകത്തോടാ. നാം അകലം വിട്ട് നടക്കേണ്ടുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങളോടാ. അതിനു പകരം പലപ്പോഴും ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുകയും ഈ ലോകത്തിന്റെ മോഹങ്ങളോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തോട് അകലം പ്രാപിക്കുകയും ചെയ്യുന്നില്ലേ? ദൈവത്തിൽ നിന്നും അകലം വിടുകയും ചെയ്യുന്നില്ലേ? ജീവിതത്തിൽ പരാജയമാണ്, ജീവിതത്തിൽ വീഴ്ചയാണ്. അകന്നു പോകരുതേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് പറ്റി നിൽക്കുവാൻ നമുക്ക് കഴിയണം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നു, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നു. പലപ്പോഴും നാമും ദൈവത്തിൽ നിന്നും അകന്നു പോകാറില്ലേ? ഇവിടെ പഠിപ്പിക്കുന്നത് അവർ എന്ന് പറയുന്നത് ജാതികളെ കുറിച്ചാണ്. ജാതികൾ അന്ധബുദ്ധികളായി, കാഴ്ച നഷ്ടപ്പെട്ടവരായി, അജ്ഞാനം നിമിത്തം ജ്ഞാനമില്ലാത്തവരായി, ഹൃദയകാഠിന്യം നിമിത്തം ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം തമ്പുരാൻ ചേർത്ത് വച്ചിരിക്കുന്നത് ജീവനോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ദൈവമാണ് എൻ്റെ ജീവൻ, ദൈവമാണ് എൻ്റെ ജീവൻ. ആ ജീവനോട് നമ്മെ ചേർത്ത് വച്ചിരിക്കുകയാ. നാം ആ ജീവനിൽ നിന്നും അകന്നു പോകുവാൻ പാടില്ല. എപ്പോൾ അകന്നു പോകുന്നുവോ വീഴ്ച ഉറപ്പാണ്, വീഴ്ച ഉറപ്പാണ്. ഒരു കൊച്ചുകുഞ്ഞിനെ മാതാവോ പിതാവോ കരം പിടിച്ച് നടത്തുമ്പോൾ ആ അപ്പൻ്റെയോ അമ്മയുടെ കൈക്ക് പിടിച്ച് നടക്കുന്നിടത്തോളം കാലം ഒരു പക്ഷേ വീണുപോകുവാൻ സാധ്യതയില്ല. ഈ ലോകം അത് മനുഷ്യനാണ്. ഒരു പക്ഷേ വീഴ്ചകൾ വന്ന് ഭവിക്കാം. എങ്കിലും ആമേൻ, അപ്പന്റെയും അമ്മയുടെയും കൈക്ക് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം വീണുപോകില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. പക്ഷേ ഈ പിടിവിട്ട് അകന്നുപോയാൽ വീണുപോകുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു അമ്മക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ അമ്മക്കോഴിയിൽ നിന്നും കുഞ്ഞുങ്ങൾ ഒരുപാട് അകലത്തിലായി പോയാൽ ശത്രുവായവൻ അതിനെ റാഞ്ചിയെടുക്കുവാൻ വരുമ്പോൾ വളരെ നിഷ്പ്രയാസം അതിനെ റാഞ്ചിക്കളയാം.
അതിനെ എടുത്തു കളയാം. എന്നാൽ തള്ളക്കോഴിയോടൊപ്പം ചേർന്ന് നിന്നാൽ അതിനൊരു സംരക്ഷണമുണ്ട്. തകർക്കുവാൻ വരുന്ന തിന്മ ശക്തികളിൽ നിന്നും രക്ഷിപ്പാൻ തള്ളക്കോഴിക്ക് ശക്തിയുണ്ട്. അത് കാട്ടുതീയായിക്കോട്ടെ, റാഞ്ചുവാൻ വരുന്നതായി മറ്റു തിന്മ ശക്തികളായിക്കോട്ടെ, എന്തു തന്നെയായാലും അതിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുവാൻ അതിന്റെ ചിറകുകൾക്ക് ബലമുണ്ട്. നമ്മെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ബലത്തെ അറിയാതെ പോകരുത്. അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടി വീണുപോയി? ദൈവത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ, ദൈവത്തിൽ നിന്നുള്ളതായ അകൽച്ച അതിന് കാരണമായി. മൂന്നാമതായി ഒരു ചിന്ത കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ഈ ഭാഗവും ഈ സന്ദർഭവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. യേശു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷിക്കുമ്പോൾ, ഉപദേശങ്ങൾ നൽകുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതായ ഉപദേശമാണ് നാം വായിച്ചു കേട്ടതായ സുവിശേഷ വേദഭാഗം. ആ ഭാഗത്ത് ഒരു ദാസനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. യജമാനൻ ഇരുന്ന് കണക്ക് നോക്കുകയാണ്. ആരൊക്കെ തന്നോട് കടപ്പെട്ടിരിക്കുന്നു, ആരൊക്കെ കടം വീട്ടി, ഇനി ആരൊക്കെ കടം വീട്ടുവാനുണ്ട് എന്ന് യജമാനൻ കണക്ക് നോക്കുകയാണ്. അങ്ങനെ കണക്ക് നോക്കി വന്നപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്നു. ആ യജമാനൻ മറ്റു ദാസന്മാരോട് പറയുകയാ, നിങ്ങൾ ഇവനെയും ഇവന്റെ ഭാര്യയെയും ഇവന്റെ മക്കളെയും ഇവനുള്ള സകലത്തെയും വിറ്റ് എന്റെ കടം തീർക്കുക. ഇല്ലേ? ഇവനുള്ള സകലത്തെയും വിറ്റ് എന്റെ കടം തീർക്കുക എന്ന് മറ്റുള്ളവരോട് പറയുകയാണ്. അപ്പോൾ ഈ ദാസൻ യജമാനന്റെ കാൽക്കൽ വീണ യജമാനോട് പറയുകയാ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തുകൊള്ളാം. അവന്റെ ആ വിനയപ്പെടൽ, ആമേൻ, ആ യജമാനന്റെ മുൻപിലുള്ള ആ വീഴ്ച, ആ കാൽക്കൽ വീണുകൊണ്ടുള്ളതായ അപേക്ഷ യജമാനന്റെ മനസ്സിനെ അലിയിച്ചു. യജമാനൻ മനസ്സലിഞ്ഞിട്ട് ആ ദാസനോട് പറയുകയാ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പിന്നെയോ നീ തന്നു തീർക്കുവാനുള്ള കടം എല്ലാം ഇളവ് ചെയ്തിരിക്കുന്നു, എല്ലാം ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു, ഇനി നീ തരേണ്ട. നീ തന്നു തീർക്കുവാനുള്ള എല്ലാ കടവും ഞാൻ എഴുതി തള്ളിയിരിക്കുകയാ. ഈ ഇളവ് ലഭിച്ച മനുഷ്യൻ യജമാനന്റെ മുൻപിൽ നിന്നും സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന, ഭാര്യയുടെയും മക്കളുടെയും അരികിലേക്ക് പോകുന്നതായ യാത്രയുടെ മധ്യേ ഈ മനുഷ്യൻ തൻ്റെ ഒരു സ്നേഹിതനെ കാണുകയാ. ആ സ്നേഹിതൻ ഈ ദാസന് 100 വെള്ളിക്കാശ് കൊടുക്കുവാനുണ്ടായിരുന്നു. എന്താ ചെയ്തത്? ആ മനുഷ്യനോട് അപ്പോൾ ആ കടം ആവശ്യപ്പെട്ടു. നീ ഇതിപ്പോൾ നികത്തണം. നികത്തുവാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു യാചിച്ചു. അത് വീട്ടുവോളം അവനെ പിടിച്ച് തടങ്കലിൽ അടയ്ക്കുകയാണ്. ഇതറിയുന്നതായ ഈ ദാസൻ യജമാനൻ ഈ മനുഷ്യനെ കൊണ്ടുവന്ന, ആമേൻ, കഠിനമായ ദണ്ഡനത്തിന് ഇവനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? ഈ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ വീഴ്ചയ്ക്ക് കാരണമായത് എന്താണ്? ഇവന് ഇളച്ച് കിട്ടിയത്, ഇവന്റെ ജീവിതത്തിൽ ഇളവ് ചെയ്ത് കിട്ടിയത് ഇവൻ മറന്നുപോയി. പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ വീണുപോകുന്നത് അവരുടെ ജീവിതത്തിൽ ഇളവ് ചെയ്ത് കിട്ടിയത് മറന്നുപോകുന്നത് കാരണമാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമുഖത്ത് ജീവനോടെ ഇങ്ങനെ അവശേഷിക്കുന്നുവെങ്കിൽ ഈ ജീവിതം
ദൈവം നമുക്ക് ഇളവ് ചെയ്ത് തന്നിരിക്കുന്ന ദാനമാ. അത് മറന്നു പോകരുത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നുവെങ്കിൽ ഈ ദിവസം എനിക്ക് ദൈവം ഇളവ് ചെയ്ത് തന്നിരിക്കുകയാ, ദാനമായി നൽകിയിരിക്കുക. ഇത് മറക്കുന്ന മനുഷ്യൻ, പ്രിയമുള്ളവരെ, ഇവിടെ യജമാനൻ ഇവന് ഇളവ് ചെയ്തു കൊടുത്തത് 10,000 താലന്ത് അല്ലേ, മുഴുവൻ ഇളവ് ചെയ്തു കൊടുത്തു. അപ്പോൾ ശരിക്കും അവൻ മറന്നത് എന്താണ്? ആ ഇളവ് ചെയ്തതായ എല്ലാ കടവും മറക്കുക. അത് മാത്രമല്ല, ഇതൊക്കെ ഇളവ് ചെയ്തു കൊടുത്ത യജമാനനെയും മറന്നുപോയി. അവന്റെ ജീവിതത്തിൽ വീട്ടുവാൻ കഴിയാത്ത വലിയ കടമുണ്ടായിരുന്നു. ഈ കടമെല്ലാം ഇളവ് ചെയ്തു കൊടുത്ത യജമാനനെ അവൻ മറക്കുകയാ. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മുടെ ജീവിതത്തെ എത്രത്തോളം പരിപാലനമായി കൊണ്ടു നടക്കുന്ന, ചിലതൊക്കെ ജീവിതത്തിൽ ഇളവ് ചെയ്ത് നമ്മോട് ക്ഷമിച്ച് നമ്മെ ഇന്നും സ്നേഹിക്കുന്ന ആ യജമാനനെ മറന്നു പോകാറുണ്ട് പോകും. ദൈവം തമ്പുരാൻ ജീവിതത്തിൽ ഇളവ് ചെയ്തു തന്നതായ ആ നല്ല അനുഭവങ്ങളെ നാം മറന്നു പോകാറുണ്ടുവോ? ദൈവം നമുക്ക് ഈ നല്ല ജീവിതം തന്നിരിക്കുന്നുവെന്ന ഓർമ്മ നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്നുവോ? വീണുപോകുവാൻ സാധ്യതയുണ്ട്, തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ആദിമ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഈ വീഴ്ചയല്ലേ? പാമ്പ് സ്ത്രീയുടെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ദൈവത്തെ മറന്നുപോയതാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണം. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആ നിമിഷത്തേക്ക് ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറന്നുപോയി. ദൈവം പറഞ്ഞത് മറന്നുപോയി. ദൈവം പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ജീവിതത്തിൽ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് നമുക്ക് ഇളവ് ചെയ്ത് കിട്ടിയത് മറന്നുപോകുന്നു എന്നുള്ളതാണ്. ദൈവം ജീവിതത്തിൽ ചെയ്തതായ നന്മകളും ദാനങ്ങളും മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഇത് മറന്നുകളയുവാനുള്ളതല്ല, ഇതെല്ലാ ദിനവും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുള്ള ജീവിതമാണ്. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നതായ ജീവിതമാണ്. 50-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ഇനി പറയുവാൻ പോകുന്നത് ഒരു കഠിനമായ വാക്ക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ദൈവം പറയുന്ന വാക്കുകളാ. ദൈവത്തെ മറക്കുന്നവരെ ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അന്നാളിൽ വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്കില്ല. ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്കില്ല. യിരെമ്യാവിന്റെ പുസ്തകം 3 അതിന്റെ 21-ാമത്തെ വാക്യം. യിരെമ്യാവ് 3:21. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നുകളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. ഇസ്രായേൽ ജനം വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞു. ദൈവത്തെ മറന്നിട്ട് ഇപ്പോൾ എവിടെ നോക്കി അവർ നിലവിളിക്കുന്നത്? മൊട്ടക്കുന്നുകളിൽ നോക്കി, സഹായിപ്പാൻ കഴിയാത്ത പർവ്വതങ്ങളിലേക്ക് നോക്കി അവർ നിലവിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ നിലവിളി എവിടേക്ക് നോക്കിയാ? സഹായിപ്പാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് നോക്കിയാണോ നമ്മുടെ നിലവിളി? ദൈവത്തെ മറന്നുപോയവരാ. അവിടെ തന്നെ യിരെമ്യാവ് 3 അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, യഹോവയിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. യഹോവയിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. സഹായിപ്പാൻ കഴിയാത്ത ഈ മൊട്ടക്കുന്നുകളിന്മേൽ നോക്കിയുള്ള നിലവിളിയും യാചനകളും നിർത്തി യഹോവയെങ്കിലേക്ക് മാത്രം നോക്കി നിലവിളിക്കുക. വീഴ്ചയിൽ നിന്നും ഒരെഴുന്നേൽപ്പുണ്ട്. നിലകളിൽ വീണുപോയവരാണോ?
തകർന്നുപോയവരാണോ? എഴുന്നേൽക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ മൊട്ടക്കുന്നുകളിന്മേൽ നോക്കി നിലവിളിക്കുന്ന അനുഭവത്തിലല്ല, സഹായിപ്പാൻ കഴിയാത്ത പ്രതിമകളിൽ നോക്കി നിലവിളിക്കുന്നവരായിട്ടല്ല, ജീവനുള്ള സഹായിപ്പാൻ കഴിയുന്ന യഹോവയിലേക്ക് നോക്കി നിലവിളിക്കുക. നിനക്ക് രക്ഷ ദൈവം മാത്രമാണ്. അവങ്കിലേക്ക് നോക്കി നിലവിളിക്കുവാൻ നമുക്ക് കഴിയണം. സൃഷ്ടിയുടെ വീഴ്ചയ്ക്ക് കാരണം 3 ചിന്തകൾ നാം പഠിക്കുവാനിടയായി. 1, അന്യന്റെ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. 2, ദൈവത്തിൽ നിന്നും പിൻവാങ്ങിപ്പോയി, അകന്നുപോയി എന്നുള്ളതാണ്. 3, ഇളവ് ചെയ്ത് കിട്ടിയത് മറന്നുപോയി. അത് നൽകിയതായ യജമാനനെ മറന്നുപോയി. ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്കില്ല. അവനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.